സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ലിക്വിഡ് കൂളറാണ് ഗൈസ് അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഒരു ഹിന്ദി ഡബ്ബായിട്ട് ഞാൻ ആൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, മനസ്സിലാത്തവർക്ക് ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരാം, വേറെ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ ലിക്വിഡ് കൂളർ ഡോഗ് കമ്പനിയിലാണ്. അപ്പോൾ ഇതൊരു 360 mm ലിക്വിഡ് കൂളറാണ്. കറന്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന ഒരു ഡീപ്പ് കൂളിൻ്റെ LE520 എന്ന് പറഞ്ഞ ഒരു 240 mm ലിക്വിഡ് കൂളറാണ്. അത് അത്യാവശ്യം കിടുക്കാച്ച് കൂളർ തന്നെയാണ് ഗൈസ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. ഡീപ്പ് കൂളർ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഡീപ്പ് കൂൾ ഇവിടെ കിടക്കുന്നത്, ഈ ഡോഗ് ഇവിടെ കിടക്കുന്നത്. ഡോഗ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവർ. അതുമാത്രമല്ല, ഇത് സെബ്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി നിങ്ങൾക്ക് അറിയാമല്ലോ, പോപ്പുലറാണ് അത്യാവശ്യം. എന്നാലും ലോക്കൽ ബ്രാൻഡെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് സെബ്രോണിക്സ്. ആ കമ്പനിയിലെ ബ്രാഞ്ചിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡോഗ് കമ്പനി എന്ന് പറയുന്നത്. ഇത് ഗെയിമേഴ്സിന് സ്പെസിഫിക് ആയിട്ട് വേണ്ടി ഇറക്കിയൊരു കമ്പനിയാണ്. സംഭവം എന്ന് വെച്ചാൽ പ്രീമിയം പ്രോഡക്റ്റ്സ്, സെബ്രോണിക്സിൻ്റെ പ്രീമിയം പ്രോഡക്റ്റ്സ് അവർ വിൽക്കാൻ വേണ്ടിയിട്ട് ഡോഗ് എന്ന പേരിൽ അവർ ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഇലക്ട്രിക് കൂളറിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇത് ഞാൻ വാങ്ങിച്ചത് MD കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ്. സാധനം അവർ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അവരെ ഷോപ്പ് ഓഫ്ലൈനായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ടാണ് എനിക്ക് ഷിപ്മെൻറ്റ് കാര്യങ്ങളും വന്നത്. അവരവിടെ നിന്ന് നമ്മൾ ഓൺലൈനിൽ നിന്ന് ജസ്റ്റ് ഓർഡർ ചെയ്യുക, സാധനം ഷോപ്പിൽ നിന്ന് അവർ പാക്ക് ചെയ്യും, നമുക്ക് കൊറിയർ വഴി അയച്ചു തരും. ഓക്കെ. അപ്പോൾ 10 ദിവസത്തിനകത്ത് സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം COD ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിന്. പക്ഷേ ആദ്യം ഇതിൻ്റെ ഒരു 4-5% അടയ്ക്കണം. 4-5-10% പൈസ എന്തോ അടയ്ക്കണം. അപ്പം ഞാൻ 2000 എത്ര രൂപ അടച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പം ഇതെനിക്ക് കിട്ടിയത് 12,000 രൂപയ്ക്കാണ് ഗൈസ്. അപ്പം ഇതിൻ്റെ കൂടെ എനിക്കൊരു കീബോർഡ് ഫ്രീ ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു, ഡോഗ് കമ്പനിയിലെ. ഡോഗിൻ്റെ ഹൈക്കി 685 എന്ന് പറഞ്ഞൊരു മോഡലാണ്, മെക്കാനിക്കൽ കീബോർഡാണ്, ഫുൾ സൈസ്. അപ്പോൾ അത് ഞാൻ ആൾറെഡി അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ആൾറെഡി അപ്ലോഡഡ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇതൊരു 360 mm ആണ്, ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേ കാര്യങ്ങൾ വരെയാണ് ഗൈസ്. മെയിൻ ഫീച്ചർ ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ലിക്വിഡ് കൂളറിൻ്റെ സൈസും കാര്യങ്ങളും പറഞ്ഞാൽ പിന്നെ മെയിൻ ഫീച്ചർ പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ തന്നെ നോക്കാം. അപ്പോൾ ഡിസ്പ്ലേ ഒരു 3.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD എന്ന് പറയാൻ പറ്റില്ല, ആ ഫുൾ HD തന്നെയാണ് ഡിസ്പ്ലേ. 60 FPS ആണ് കേട്ടോ ഗൈസ്. അത് വേറൊരിടത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം കണ്ടുപിടിച്ച കാര്യമാണ്. ഇത് 60 FPS ഡിസ്പ്ലേ ആയിരുന്നു. അത്രയ്ക്ക് സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ബോക്സിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ വാറൻറ്റി ഇതിന് 3 years ആണ് നമുക്ക് തരണ കമ്പനി. പിന്നെ വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല. നല്ല കൂളിങ്ങും അത്യാവശ്യം നല്ല കൂളിങ് തന്നെ ഉണ്ട്. ഓക്കെ. അതിൻ്റെ ഡീപ്പ് കൂളിൻ്റെ 240 mm ലിക്വിഡ് കൂളർ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് ഇതിന് കിട്ടും. കാരണം അത് 240 mm, ഇത് 360 mm ആണ്. ഓക്കെ. അപ്പോൾ സ്റ്റിക്കറും കാര്യങ്ങളും ഉണ്ട്. ഈ സ്റ്റിക്കർ ഒന്നെടുത്ത് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ID കാർഡിൻ്റെ ബാക്കി ഒട്ടിച്ചാണ്. അതിപ്പം ID കാർഡേ കാണാനില്ല, എല്ലാം ഉള്ളൊരു കത്തിച്ച്. ഓക്കെ. അപ്പോൾ ഇത് ARGB കൺട്രോളർ ഇല്ലാത്ത PCക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല തൽക്കാലം, കാരണം നമ്മുടെ മദർ ബോർഡിൽ ARGB കൺട്രോളർ ഉണ്ട്. അപ്പോൾ അതില്ലാത്തവർക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ബ്രാക്കറ്റ്സ് ആണ്, ഇൻ്റലിനും AM5 AM4 സോക്കറ്റ്സുകൾക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ മൗണ്ടിങ് ബ്രാക്കറ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ AM5 സോക്കറ്റിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ തെർമൽ പേസ്റ്റ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന തെർമൽ പേസ്റ്റിനെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കണം. പിന്നെ നിങ്ങൾ കൂടിയ തെർമൽ പേസ്റ്റ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം. ഇതൊരു മിഡ് റേഞ്ചിൻ്റെ തെർമൽ പേസ്റ്റാണ്. വലിയ പെർഫോമൻസ് ഒന്നും ഈ തെർമൽ പേസ്റ്റിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങൾ വേറെ ഇല്ലയെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോ. വേറെ ഇനി ഇതിനെക്കാട്ടി കൂടിയ തെർമൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് യൂസ് ചെയ്യാം. ലൈക്ക് കൂളർ മാസ്റ്ററിൻ്റെയൊക്കെ ഡീപ്പ് കൂളിൻ്റെയൊക്കെ തെർമൽ പേസ്റ്റ് 500 രൂപയ്ക്ക് 100 ഗ്രാമൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ വാങ്ങിച്ചാൽ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് കൂളർ തുറന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ 120 mm ഫാൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി മിററാണ് വന്നിട്ടുള്ളത്. അപ്പം അത്യാവശ്യം ക്യാബിനറ്റിൻ്റെ വെളിയിൽ നോക്കുമ്പോൾ തന്നെ സൈഡ് മിറർ ഫീലിംഗ് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി തുറന്ന് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഡിസ്പ്ലേ. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് ടൈം, CPU ടെമ്പറേച്ചർ, GPU ടെമ്പറേച്ചർ എല്ലാം എന്തിനു വേണം നമുക്ക് വീഡിയോ വയ്ക്കാം, എന്തിനു വേണം ഫോട്ടോ ഇഷ്ടമുള്ള വയ്ക്കാൻ പറ്റും. ഡിസ്പ്ലേ ഇളക്കിയെടുത്ത് നമുക്ക് Type-C വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. ബാക്ക് പ്ലാറ്റ് അത്യാവശ്യം വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. വലിയ പ്രൊസസ്സേഴ്സൊക്കെ വയ്ക്കാൻ പറ്റും. Intel i9 14th ജനറേഷനൊക്കെ നല്ലോണം തണുപ്പിക്കും ഇത്. ഓക്കെ. ഇതാണ് ഡിസ്പ്ലേ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വച്ചു കൊടുക്കുമ്പോൾ വേറെ കാര്യമൊന്നുമില്ല,
മാഗ്നറ്റാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്താൽ മാത്രമേ അത് ലോക്ക് ചെയ്ത് പിടിച്ചോളും. കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ അതവിടെ ലോക്കായിരുന്നുള്ളൂ. പിന്നെ അത് ഇളക്കിയെടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു ടൈപ്പ് സി വരുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ടൈപ്പ് സി വെച്ച് സെറ്റപ്പ് ചെയ്യുക, അല്ലാതെ ഇത് വച്ചാലും മതി. ഇവിടെ കറക്റ്റായിട്ട് വയ്ക്കണം. കറക്റ്റ് പ്ലേസ്മെൻറ്റ് ആയില്ലെന്നുണ്ടോ തിരിച്ചാണ് കേട്ടോ ഞാൻ വെച്ച് കളിച്ചുകൊണ്ടിരുന്നത്, ചുമ്മാ അല്ലാതെ ആവാത്ത. ഓക്കെ, ഇനി നമുക്ക് ആ 120mm ഫാൻ ഒന്ന് തുറന്ന് നോക്കാം. അകത്ത് എന്തിനാണെന്ന് അറിയണ്ടേ. ഇൻഫിനിറ്റി മിററൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇത് ഫാന് പ്രീ ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പണി ഇവിടെ എളുപ്പമായി. ഫാനിൻ്റെ ആ ഒരു സ്ക്രൂ നമുക്ക് വെച്ച് പാടുവിടണ്ട. 3 എണ്ണം പ്രീ ഇൻസ്റ്റാൾഡാണ്. ഓക്കെ, അത് മാത്രമല്ല ഗൈസ്, ഇതിൻ്റെ ഓരോന്നിനും ഓരോ വയേഴ്സാണ് വന്നിട്ടുള്ളത്. ARGB കൺട്രോൾ ആയാലും ഫാനിൻ്റെ 4 പിൻ കൺട്രോൾ ആയാലും എല്ലാത്തിനും ഓരോന്നാണ്. അല്ല, സീക്വൻസ് ആയിട്ട് പ്രീ കണക്റ്റഡ് അല്ല. അപ്പോൾ കേബിൾ മാനേജ്മെൻറ്റിന് ചെറിയൊരു പാടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് വയ്ക്കാനും പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഫാൻ വെക്കണമെന്നുണ്ടെങ്കിലും ഇളക്കി ഓരോന്ന് കേസ് ഫാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പം റേഡിയേറ്റർ വേണത് ഒരു V ഷേപ്പ് ആയിട്ടാണ് വരുന്നത്, U അല്ല. അപ്പോൾ കുറച്ചുകൂടി കൂളിംഗ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ലുക്ക് നോക്കാം. അതിൻ്റെ അത്യാവശ്യം വലിപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കേസ് തന്നെ വേണം ഇതിന് വയ്ക്കാൻ. ഇതാണ് ക്ലോസ് ലുക്ക്. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യണ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ ചെയ്യാം. ക്യാബിനറ്റ് ഫുള്ള് PC അസംബിൾ ചെയ്യണതിൻ്റെ കൂടെ ഞാൻ വെച്ചോളാം ഗൈസ്. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യണ വീഡിയോ, ഇൻസ്റ്റാളിങ്ങും പിന്നെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല മെയിൻറ്റെയിൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ ഈ ഒരു ക്യാബിനറ്റിൽ എനിക്കിത് വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വയ്ക്കാത്തത്. ലിക്വിഡ് കൂളർ ഞാൻ വച്ചിട്ടില്ല. എൻ്റെ ഡിസ്പ്ലേ മാത്രമാണ് കാണിച്ചു തരണേ. ഓക്കെ, ഇവിടെ വെച്ച ഉടനെ തന്നെ ഒരു തീം വന്നിട്ടുണ്ട്. ഈ തീം വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആപ്പ് ഓണാക്കണം. ആപ്പ് ഓൺ ആയതുകൊണ്ടാണ് ഈ തീം വന്നിട്ടുള്ളത്. നമുക്ക് ആപ്പിൽ കയറി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആപ്പ് നിങ്ങൾ ഡ്രൈവേഴ്സിൽ പോയിട്ട് ഡോഗ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ കസ്റ്റമൈസിങ്ങും ചെയ്യാൻ പറ്റും. ആൾറെഡി അത് ഓണായി കടന്നിരിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ, അതാണ് പ്രശ്നം വന്നത്. പ്രശ്നമല്ല ഓപ്പൺ ആകാത്തത്. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ തീമാണെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് റൺ കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ 2-3 തീം വെച്ച് കാണിച്ചു തരാം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലോഗോയും ഇൻട്രോൻ്റെ വീഡിയോയും കൂടെ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, നല്ലൊരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കിട്ടണത്. നല്ല ബ്രൈറ്റാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ 50% മാത്രമേ ഇപ്പോൾ കറൻറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടും എനിക്ക് നല്ല ബ്രൈറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാൻ പറ്റണ പോലെ ഞാൻ പറഞ്ഞില്ല ആൾറെഡി. അത് കാണിച്ചാൽ യൂട്യൂബ് ചാനൽ ലോഗോയിൽ. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞു. സമയവും കാര്യങ്ങൾ ടെമ്പറേച്ചർ അറിയാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് യൂട്യൂബ് ചാനൽ ഇൻട്രോ കേട്ടോ. നിങ്ങൾക്കിവിടെ കാണുമ്പോഴേ അറിയാൻ പറ്റും അതിൻ്റെ ഒരു FPS ഫ്രെയിം റേറ്റ് 60 FPS ആണ് വീഡിയോ പ്ലേ ബാക്ക്. കുറേ അടുത്ത് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ സാധനം വന്നിട്ട് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് 60 FPS തന്നെയാണെന്ന്. വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്.